കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ നിർണായകമായിരുന്നു. അപ്പം ഇതിനകത്തിപ്പോൾ ഒരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. അതായത് ഈ എന്താ പറയുന്നത്, നേതാക്കളോട് കലഹം കൂടിയും സീറ്റ് തരപ്പെടുത്തിയ സ്ഥാനാർത്ഥികൾ പലരും പ്രചരണത്തിനായി AICC നൽകിയ ഇലക്ഷൻ ഫണ്ട് വരെ മുക്കിയതായിട്ടുള്ള ഒരു ആക്ഷേപം പുറത്തു വരുന്നുണ്ട്. അതായത് ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ മത്സര ശക്തി അതായത് സ്ഥാനാർത്ഥികളാണ് ഇത്തരത്തിൽ ഫണ്ടും അതായത് പുറത്തുനിന്ന് വന്ന പിരിവുകളും ഒക്കെ മുക്കി എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഇതിൽ എത്രത്തോളം നമുക്ക് വാസ്തവമുണ്ട്? ഇതില് നമ്മള് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ശരിക്കും എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം MLA ആവുക എന്നാണ് പ്രാഥമികമായ ലക്ഷ്യം. ഇനിയും സ്ഥിരമായി തോൽക്കുന്ന ആൾക്കാരുണ്ട്, സ്ഥിരമായി ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകളും ഉണ്ട്. ഇപ്പം കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും മലപ്പുറത്തെ സീറ്റുകളിൽ ഇടതുപക്ഷത്തിനൊന്നും വലിയ വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ ഒരുപാടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചും കൊല്ലത്തെ സംബന്ധിച്ചും തെക്കൻ ജില്ലകളിലെ സംബന്ധിച്ചും വടക്കൻ ജില്ലകളെ സംബന്ധിച്ചും പലയിടങ്ങളിലും ഇപ്പം ധർമ്മടം സീറ്റിൽ അവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് UDF സ്ഥാനാർത്ഥിക്ക് ഉറപ്പുണ്ട്. ധർമ്മടം സീറ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന അങ്ങനെ നിരവധി സീറ്റുകൾ നമുക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ കോൺഗ്രസിന് ജയസാധ്യതയില്ലാത്ത സീറ്റുകളുണ്ട്. ഇതിൽ സ്ഥാനാർത്ഥിത്വം കുറച്ച് സ്ഥാനാർത്ഥികളെ അല്ലാതെ ഒരുപാട് സ്ഥാനാർത്ഥികൾ കൊള്ളാം എന്ന് നമുക്ക് തോന്നിയ സ്ഥാനാർത്ഥികളും കുറവാണ്. അപ്പൊ ഇവര് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫണ്ട് പല രീതിയിൽ വരും. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് 2 കോടി മുതൽ 3 കോടി രൂപ വരെ ഒരു സ്ഥാനാർത്ഥിക്കായിട്ട് ഈ AICC ചെലവാക്കും. അതായത് മൊത്തം ഫണ്ട് ചെലവ് വരുന്നുണ്ട്. ആ ചിലയിടങ്ങളിൽ അത് കൂടാനും സാധ്യതയുണ്ട്. ഇപ്പം വലിയ നേതാക്കന്മാരൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിലും അതല്ല പിന്നെ കുറച്ചുകൂടെ വിജയസാധ്യത ഉള്ള മണ്ഡലങ്ങൾ അവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതുപ്പള്ളി പോലെയുള്ള മണ്ഡലം അല്ലെങ്കിൽ പറവൂർ പോലെയുള്ള മണ്ഡലം, അങ്ങനെ കോൺഗ്രസിന് വിജയസാധ്യതയുള്ള എല്ലാ സീറ്റുകളിലും ഫണ്ട് കൂടുതൽ മുടക്കും. 2-3 കോടി രൂപ വരെയൊക്കെ മുടക്കും, ചില 5 കോടി വരെ മുടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഫണ്ട് എന്ന് പറയുന്നത് ഇവരുടെ കൈകളിലേക്ക്, സ്ഥാനാർത്ഥികളുടെ കൈകളിലേക്ക് നേരിട്ട് എത്തുന്നതാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സ്ഥാനാർത്ഥികൾക്കായിട്ട് ഇപ്പം വിജയസാധ്യത ഇല്ലാത്തിടത്ത് പോലും ഏകദേശം 1 കോടിക്ക് മുകളിൽ ഫണ്ട് വരും. ഫണ്ട് വരിക വെച്ചാൽ കുറച്ച് പൈസ ആദ്യം കൊടുക്കും, പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ച് അതിന്റെ പ്രചരണ പ്രവർത്തനമൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ബാക്കി പൈസ കൊടുക്കും. ഫ്ലക്സ് അടിക്കുക, പോസ്റ്ററുകൾ അടിക്കുക, സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുക, പിന്നെ അതുപോലെ തന്നെ വിവിധങ്ങളായ പരിപാടികളാണ്. ഒരു പ്രചരണത്തിന് എന്തൊക്കെ മെക്കാനിസം ഉപയോഗിക്കുന്നു ആ മെക്കാനിസം എല്ലാം പണം കൊടുത്ത് റീൽ ചിത്രീകരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ആൾക്കാരെ നിർത്തി അവർക്ക് പണം കൊടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടക്കുന്നത് എന്തിനാണെന്ന് പറയാം. കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഫൈറ്റ് നടക്കുന്നത് സ്ഥാനാർത്ഥിത്വത്തിന്. നമുക്കറിയാം, ഇവിടുന്ന് സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഡൽഹിയിൽ പോയി ദിവസങ്ങളോളം കാത്തുകെട്ടിക്കിടന്ന് സമരം ചെയ്ത് ഞാൻ പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രഖ്യാപിക്കുന്നു, പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിക്കുന്നു, അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അധികാരം വേണമെന്നുള്ളതിനപ്പുറത്തേക്ക്. പക്ഷെ പല ചോട്ടാ നേതാക്കന്മാർ, ഇപ്പം എൽദോസ് കുന്നപ്പള്ളി, പെരുമ്പാവൂരിൽ നിന്ന് എൽദോസ് കുന്നപ്പള്ളി ജയിക്കും, സാധ്യതയുള്ളതാണ്. അപ്പൊ എന്നിട്ട് എൽദോസ് കുന്നപ്പള്ളി സീറ്റ് കൊടുത്തില്ല, എൽദോസ് കുന്നപ്പള്ളി വാശി പിടിച്ചു. അങ്ങനെ പല നേതാക്കന്മാരും, മുഹമ്മദ് ഷിയാസ് ആണെങ്കിൽ തന്നെയും അവരൊക്കെ, മുഹമ്മദ് ഷിയാസിനെ കുറിച്ച് പിന്നെ VD സതീശൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഷിയാസിനപ്പുറത്ത് വേറൊരു DCC അധ്യക്ഷൻ ഇല്ലാന്ന് തോന്നിപ്പോകും. അത്ര ഭീകരമായിട്ടാണ് പറയുന്നത്. വെച്ചാൽ ഏറ്റവും കഴിവുറ്റ ഒരു DCC അധ്യക്ഷനാണ് പിന്നെ ഇത് മുഹമ്മദ് ഷിയാസ്. അതുകൊണ്ട് മുഹമ്മദ് ഷിയാസിന് സീറ്റ് കൊടുക്കണമെന്ന് KC വേണുഗോപാൽ അങ്ങോട്ട് ആവശ്യപ്പെട്ടത്രേ. അതായത് ദീപ്തി മേരി വർഗീസ് കേൾക്കണ്ട ഇക്കാര്യം. ദീപ്തി മേരി ഒരു സന്ദരം പറയും എന്താ സംഭവം. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും ഫണ്ട് ഉണ്ടാവണം. അപ്പൊ ഈ ഫണ്ട് കൊടുക്കുന്ന ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെടില്ല. എന്തായാലും തോൽക്കുമെന്ന് ഉറപ്പുണ്ട്. തോൽക്കുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ എന്തിനാണ് വെറുതെ പൈസ ചെലവാക്കുന്നത്? കൈ കിട്ടിയത് എന്തിനു കളയണം? ഇപ്പൊ എന്തായാലും കൊണ്ടുവന്ന് പിന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കെട്ടി വെക്കാൻ കാശ് കൊടുത്തു. ഇത് പലരും കൊടുക്കും. ഇത് AICC മാത്രം കൊടുക്കുന്ന ഫണ്ടാണെന്നേ. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പം മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതാത് വ്യവസായികളുണ്ട്. കാര്യം ഒരു MLA കൊണ്ട് വ്യവസായികൾക്ക് ഗുണമുണ്ട്. ഈ വ്യവസായികൾ എന്ത് ചെയ്യും? ഫണ്ട് ചെയ്യും, ഇവർക്കായിട്ട് ഫണ്ട് ചെയ്യും. അത് ഇനിയിപ്പം BJP എന്നില്ല, CPM എന്നില്ല, കോൺഗ്രസ് എന്നില്ല. ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറെ ഗുണമുണ്ടായി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അല്ലാതെ കുറച്ച് ഫണ്ട് വന്നു ചേർന്നു. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ കുറെ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികൾ ഈ കോൺഗ്രസിന് ഫണ്ട് ചെയ്ത കൂട്ടത്തിലുണ്ട്. കുറെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ, സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഈ പറയുന്ന കോൺഗ്രസിന് ഫണ്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ചില ഈ സ്വകാര്യ ലബോറട്ടറി, വലിയ ബിസിനസ് നടത്തുന്ന ലബോറട്ടറീസ് ഉണ്ട്. നമ്മൾ ലാബ് എന്നൊക്കെ പറയാൻ നമ്മുടെ ഈ നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ അവിടെ ഇവിടെ കാണുന്ന ഒരു മുറി കടക്കാത്തിരിക്കുന്ന ലബോറട്ടറീസ് അല്ല, വലിയ വലിയ ലാബുകളുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ പലതരത്തിലുള്ള DDRC എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ വമ്പൻ ടീമുകളുണ്ട്. അവരെല്ലാം കൂടി കോടിക്കണക്കിന് രൂപ, കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ മേഖലയാണെന്ന് ഈ പറയുന്ന ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരെല്ലാം ഫണ്ട് ചെയ്തു. എന്തിനാണ് കോൺഗ്രസിന് ഈ, നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്ക്, കോൺഗ്രസിന് എന്തിനാണ് ഈ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളും വലിയ കുത്തക പിന്നെ സ്വകാര്യ ആശുപത്രികൾ ഫണ്ട് ചെയ്യുന്നത്? എന്ത് പ്രയോജനം? അതിന് ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതിന്റെ യഥാർത്ഥ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾക്കുള്ള പാരിതോഷികമാണ് കോൺഗ്രസിന് കിട്ടുന്ന ആ തുക. 100 കോടിയോളം രൂപ, 150 കോടിക്കകത്ത് രൂപ ഈ പറയുന്ന കോൺഗ്രസിന്റെ കയ്യിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഈ സ്വകാര്യ ആശുപത്രി കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്നേ. അപ്പൊ ഇത്രയും ഫണ്ടുണ്ട് കോൺഗ്രസിന്. അപ്പൊ ഈ ഫണ്ട് എവിടേക്ക് പോകുന്നു? ഈ പറയുന്ന പ്രധാനപ്പെട്ട വിജയ സാധ്യത ഉള്ളിടത്തേക്ക് കൂടുതൽ ഒഴുക്ക്, പമ്പിങ് നടക്കുന്നു. വിജയസാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലേക്കും കൂടുതൽ പമ്പ് ചെയ്യുന്നു. വിജയസാധ്യത കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അതിനനുസരിച്ച് പമ്പിങ് ഉണ്ടാകുന്നു. എന്നാലും 1 കോടി മുതൽ ഏകദേശം 1.5 കോടി രൂപ വരെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടും, സ്ഥാനാർത്ഥിയുടെ കയ്യിൽ കിട്ടും. ഈ BDJS സ്ഥാനാർത്ഥിയാവാൻ കിടന്ന് പിടിപാട് വിടുന്നതിന് കാര്യം എന്താ? വെറുതെ ആണെന്നാണ് വിചാരിച്ചത്? ഓരോ സ്ഥാനാർത്ഥിക്കും ഇത്രയെന്നുള്ള കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന അലോക്കേഷൻ ഉണ്ട്. ഈ അലോക്കേഷൻ കിട്ടും. ഇത് BDJS സമുന്നതനായ ഒരു നേതാവ്, എനിക്ക് തുഷാർ വെള്ളാപ്പള്ളിയുടെ കയ്യിലേക്ക് വരും. തുഷാർ എന്നിട്ട് ഇവർക്ക് വീതിച്ചു കൊടുക്കും. എത്ര BDJS സ്ഥാനാർത്ഥികളുണ്ടോ അവർക്ക് വീതിച്ചു കൊടുക്കും. ജയിക്കില്ല എന്ന് ഉറപ്പല്ലേ? സ്വന്തം സമുദായത്തിന്റെ പിന്തുണ പോലും BDJS സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നില്ല പലയിടത്തും. അപ്പൊ പിന്നെ എങ്ങനെയാണ് BDJS സ്ഥാനാർത്ഥി ജയിക്കുക? തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും പണം. ഈ പമ്പ് ചെയ്യുന്ന പണം ഇവർ കൈവച്ച് ആസ്വദിക്കും. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലാബുകാർ എന്ന് പറയുന്ന പോലെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട വ്യവസായികളുടെ ഫണ്ടിങ് കൂടെ ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇത്തവണ കോൺഗ്രസിന് കൂടുതലാണ്. അങ്ങനെ ഫണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എടുത്ത ഒരു തന്ത്രമാണ് ഇത്തവണ 100 സീറ്റ് എന്ന് പറയുന്ന ഒരു വിപണന തന്ത്രം. ഇത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ഭരണം പിടിക്കുമെന്ന് പറയുന്ന ഒരു വലിയ തന്ത്രത്തിന് വേണ്ടിയിട്ടല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ കോൺഗ്രസിന് ഫണ്ടിങ് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 100-120 കോടി രൂപയോ അല്ലെ 150 കോടിക്കകത്ത് രൂപ ഫണ്ടിങ് ഇവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ മെഡിക്കൽ വിഭാഗങ്ങളിൽ നിന്ന് ഫണ്ടിങ് നടന്നു. ഇതിന് കൂറ് കാണിക്കണം. എന്തുകൊണ്ട് ഇവർ ഇത്രയും ഫണ്ട് ചെയ്തു? ഞങ്ങൾ അടുത്ത തവണ 100 സീറ്റിലധികം വാങ്ങിക്കൊണ്ട് ഇവിടെ അധികാരത്തിൽ വരും എന്ന് വ്യാപകമായ ഒരു പ്രസക്തി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ടോക്ക് ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് ആൾക്കാർ വിചാരിക്കുന്ന കോൺഗ്രസ് തന്നെ വരുന്നു, ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. അപ്പം ചിന്തിക്കും കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തെ പൊതു ആരോഗ്യ മേഖലയെ തകർക്കും. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കീ പോയിന്റ് അവിടെയാണ്. നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ എത്ര പേര് മനസ്സിലാക്കേണ്ടത് എനിക്ക് അറിയില്ല. ഈ പൊതു ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ട കാര്യങ്ങൾ കോൺഗ്രസ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നതിലൂടെ അതിൽ പലതരത്തിലാവാം. ആശുപത്രികളിലേക്ക് മരുന്നുകൾ എത്തിക്കാതിരിക്കുക, അവിടെ സർജിക്കൽ ഉപകരണങ്ങൾ എത്തിക്കാതിരിക്കുക തുടങ്ങിയ ഒരുപാട് തന്ത്രങ്ങളിലൂടെ, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ തെലങ്കാന എന്ന് പറയുന്ന ഒരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ തെലങ്കാനയിലെ ആരോഗ്യ മേഖല തരിപ്പണമായി കിടക്കുക. അവിടെ ഏകദേശം 78% ഒഴിവുകളുണ്ട്. അവിടെ നികത്താതിരിക്കുക. ഇത് മതിയല്ലോ ഇവിടെയും. കേരളത്തില് ഒഴിവുകൾ നികത്താതിരുന്നാൽ മതി, തസ്തികൾ ഒഴിഞ്ഞു കിടക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആർക്ക് ഗുണം ചെയ്യും? ഇവർക്ക് ഗുണം ചെയ്യും. ഇവിടെ 25 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്നു. ആർക്കാ ഗുണം ചെയ്യുന്നത്? സ്വകാര്യ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നത്. അല്ലാതെ ഈ 25 ലക്ഷം രൂപ പമ്പ് ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്കാ? അല്ല, സർക്കാർ ആശുപത്രി 25 ലക്ഷം രൂപയുടെ എന്ത് ചികിത്സയിരിക്കുന്ന ഒരു വർഷത്തില്? അവിടെ നടക്കാൻ പോകുന്ന ഏറ്റവും മേജർ സർജറിക്ക് പോലും ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപയെ സർക്കാർ ആശുപത്രി ചിലവാകുള്ളൂ. അപ്പൊ ഈ 25 ലക്ഷം രൂപ എങ്ങോട്ടേക്കാ പമ്പ് ചെയ്യുന്നത്? സ്വകാര്യ ആശുപത്രിയിലേക്ക് പമ്പ് ചെയ്യപ്പെടും. ഇപ്പൊ നമുക്ക് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ ഒരിടത്ത് നമുക്ക് ഈ വളരെ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറിക്ക് പല ആശുപത്രികൾ പല നിരക്കാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം 3 ലക്ഷം രൂപ വരെ അവർ ഈടാക്കുന്നുണ്ട്. അവർ പറയുന്ന അവർ ആശുപത്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യങ്ങൾ, വീട്, റൂം ഫെസിലിറ്റീസ്, അതുപോലെ അതിന്റെ ബാക്കിയുള്ള എല്ലാം നമ്മളെ കാണിക്കുന്ന ഒരു മായിക പ്രപഞ്ചം കാണിച്ചു. ഇത് വലിയ സംഭവമാണ്. ഞങ്ങൾ ഇടുന്ന ഈ സാധനം ഇത്രയാണ്, നമ്മൾ അത് ലൈവായിട്ട് നമ്മളെ കാണിച്ചു തരുമവര്.
സർക്കാർ ആശുപത്രിയിൽ അങ്ങനെയില്ല. പക്ഷെ അവിടെ ഇടുന്ന സ്റ്റെന്റ് ഗുണനിലവാരമുള്ള സ്റ്റെന്റാണ് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാര്യം എന്താ? 60,000 രൂപയുള്ളൂ, അതെ, അല്ലെ 50,000 രൂപയുള്ളൂ. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഏറ്റവും നല്ല ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത്. ഏറ്റവും മികച്ച ഒരു ഹൃദ്രോഗ വിദഗ്ധനും കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പൊ അവിടേക്ക് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമില്ല. എന്താ? അയ്യോ സർക്കാരിന്റെ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഇത് ചുരുങ്ങി പോകില്ലേ എന്ന് സ്റ്റെന്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത് ഒരു വലിയ ഇപ്പൊ അവിടെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് കോട്ടയം ജില്ലയെ സംബന്ധിച്ച്. നിരവധി കാരിത്താസ് പോലെയുള്ള വലിയ വലിയ ആശുപത്രികൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകും. ഈ 25 ലക്ഷം രൂപയെ ഒരു വർഷം മുടക്കാനുള്ള എല്ലാ വകുപ്പും അവർ ഉണ്ടാക്കി തരും. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന. അപ്പം ഈ ആരോഗ്യ മേഖലയിൽ ഈ 25 ലക്ഷം രൂപ പിന്നെ ഇൻഷുറൻസ് എവിടേക്കാ പോവാ? സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നേ. അതിനുള്ള ന്യായവും തന്ത്രവും ഒക്കെ ഇവർ കോൺഗ്രസ് പയറ്റി വെച്ച് കഴിഞ്ഞു. അപ്പൊ ഈ പറയുന്ന ഫണ്ട് പമ്പിങ് കോൺഗ്രസിന് ലഭിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഇവർ ആദ്യം ഒരു പരസ്യം വിട്ടു. എന്താ പരസ്യം? ഞങ്ങൾക്ക് 100 സീറ്റിലധികം നേടി ഞങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വരും. ഇതൊരു പരസ്യവാചകമാണ്. ഈ ഫണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യവാചകമായിരുന്നു. ഇത് മലയാളികൾ തിരിച്ചറിഞ്ഞില്ല. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. പിന്നെ ആ ഫണ്ട് ഇത് കണ്ടിട്ട് അപ്പൊ എന്ത് ഈ പറയുന്ന വ്യവസായികൾ കൂട്ടത്തോടെ ഫണ്ട് ചെയ്യും. ഒരു പ്രദേശത്ത് MLA ആയിട്ട് വരാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് ജയിക്കും എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഒരു വ്യവസായി അവിടെ ഫണ്ട് ചെയ്യുക. അപ്പോ ഇങ്ങനെ വരുമ്പോ പിന്നെ നമ്മുടെ AICC കൊടുത്ത ഫണ്ടും ഇവര് കൊടുക്കുന്ന ഫണ്ടും എല്ലാം ആരുടെയിലേക്കാണ് വരുന്നത്? ഈ പറയുന്ന അവിടുത്തെ നേതാവിന്റെ അല്ലെങ്കിൽ ഇയാൾക്ക് വേണമെങ്കിൽ അത് വിനിയോഗിച്ചാൽ മതി. കാര്യം തോക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്തിനാ ഫണ്ട്? ആരും ചോദിക്കുന്നില്ല. ആര് ചോദിക്കാനാ? AICC ആരെങ്കിലും കൊണ്ട് ഞങ്ങൾ ഇത്ര കോടി രൂപ നിങ്ങൾ എന്ത് ചെയ്തു, എവിടെ കൊണ്ട് കലക്കി കളഞ്ഞു എന്ന് ചോദിക്കില്ലേ? അപ്പൊ അത് ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ ഈ ഫണ്ട് കൈ വെച്ചേക്കും. ഇപ്പൊ പലരും ഈ പറയുന്ന പോലെ ഇനിയിപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അത് പിന്നെ അതോടൊപ്പം തന്നെ ഫ്ലെക്സ് അടിക്കല്, പോസ്റ്റർ ഒട്ടിക്കല്, വണ്ടി വാടക എല്ലാം കൂടെ ചേർത്തിട്ട് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടാൽ മതി അവരെ. അല്ല എനിക്ക് ഒരു വണ്ടിയോ 2 വണ്ടിയോ മതി, കഴിഞ്ഞു. 2 വണ്ടി ഒരു മാസക്കാലം ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ വരും? അതിൽ കൂടുതൽ ഫണ്ട് കൈ കിടക്കുകയാണ്. ഒരു ദിവസം 1,500 രൂപ മൊത്തം മുച്ചൂടും വിളിച്ചു കഴിഞ്ഞാൽ അത്രയും വരുത്തുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളു കളി. അപ്പൊ ഈ ഫണ്ട് മൊത്തം ഇവരുടെ കയ്യിലേക്ക് വരും. ഇത് കോൺഗ്രസിന്റെ ഒരു പൊതു രീതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കം മുതലുള്ള ഒരു ലൈനപ്പ് ഇങ്ങനെയാണ്. അതായത് ആദ്യം പരസ്യം കൊടുക്കുന്നു. നമ്മൾ അറിയാമല്ലോ, ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, നിങ്ങളുടെ എല്ലാ രോഗങ്ങളും ഞങ്ങൾ മാറ്റിത്തരാവുന്നൊരു ആശുപത്രി ഒരു പരസ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തോടെ അങ്ങോട്ട് ഇടിച്ചു കയറും. ശരിയല്ലേ? നമുക്ക് അവിടെ എന്തോ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഈ 100 സീറ്റ് എന്ന് പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരം. അപ്പം CPM-കാർ പോയി കൈ നീട്ടുക, നിങ്ങൾ നോക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങൾ എന്തിനാ കാശ് തരുന്നത് എന്ന് വരും. ഇവിടെ ഇലക്ട്രൽ ബോണ്ടിന് എതിരായിട്ട് സുപ്രീം കോടതി വരെ പോയി കേസ് പിന്നെ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്ത ഒരേ ഒരു പാർട്ടി CPM ആണ്. അവരെ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഫൈറ്റ് ചെയ്തത്. ഇനിയും പോട്ടെ, ഈ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, അത് പ്രിയങ്ക വാദ്രയാണ്, പ്രിയങ്ക ഗാന്ധി അല്ല. ആ പ്രിയങ്ക വാദ്രയുടെ ഭർത്താവ് BJP-ക്കാ ഫണ്ട് ചെയ്യുന്നത്. അതിന്റെ രസമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയാ, നാഷണൽ ഹെറാൾഡ് കേസ് ഏകദേശം ഇങ്ങനെ ഒതുക്കത്തിലേക്ക് പോകുന്ന കാര്യം എന്താ? ഫണ്ട് ചെയ്യുന്നുണ്ട്, റോബർട്ട് വാദ്ര ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു എന്താ പറയാ ഒരു ഗെയിമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഏത് സ്ഥാനാർത്ഥിയും തോൽക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് തരപ്പെടുത്തി എങ്ങനെയെങ്കിലും സീറ്റ് തരപ്പെടുത്തി എടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ അവർക്ക് വാശി പിടിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇവർക്കൊക്കെ വാശി പിടിച്ച് നിൽക്കണമെന്ന് പറയുന്ന ഒരു ആവശ്യം എന്തെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ നിൽക്കും, എനിക്ക് വാശി പിടിച്ച് തന്നെ ഇവിടെ മത്സരിക്കണം, തോക്കാൻ വേണ്ടിയാണെങ്കിലും തോക്കാൻ വേണ്ടി നിൽക്കുന്ന, പണ്ട് ഏതൊരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ തോറ്റ MLA എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിക്കാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ ജീവിക്കുന്നതിന് പകരം കുറച്ച് പൈസ കയ്യിൽ, എല്ലാം കൂടെ ഒരു 1.5-2 കോടി രൂപ കൈ കിട്ടിയാൽ അതിലൊരു 50 ലക്ഷം ഇതിനകത്ത് ചിലവാകുള്ളൂ. ബാക്കി വരുന്ന ഒരു 1.5 കോടി രൂപയും ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ പോക്കറ്റിലിരിക്കും. ഈ ഒരു തന്ത്രം കോൺഗ്രസ്സുകാർ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നന്നായി പയറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.